അല്ല, എന്തിനാ സാർ വിളിച്ചത്? എന്തിനായിരിക്കും? അത് പിന്നെ സാറിനോടും മഹാലക്ഷ്മിയോടും കാര്യങ്ങൾ ഞാൻ പറയാനിരിക്കുകയായിരുന്നു. പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാളും എങ്ങനെ അത് ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ലായിരുന്നു. നിന്നെ ഞങ്ങൾ കാണുന്നത് സ്വന്തം കൂടപ്പുറപ്പായിട്ടാ. എനിക്കൊരു അനിയനുണ്ട്. ഞങ്ങൾ രണ്ടമ്മമാരുടെ മക്കളാണെങ്കിലും അവനെ ഞാൻ എന്റെ സ്വന്തം അനിയനെ പോലെ സ്നേഹിക്കുന്നേ. പക്ഷേ അവനാ സ്നേഹത്തിന്റെ വില മനസ്സിലായില്ല. അവനൊരിക്കലും ഞാൻ കൊടുക്കുന്ന സ്നേഹത്തിന്റെ അതേ അളവിൽ എനിക്ക് സ്നേഹം തിരിച്ചു തന്നിട്ടില്ല. അതേ അളവിലെന്നല്ല, ഒട്ടും തന്നിട്ടില്ല. അവിടെയാ ദൈവം നിന്നെപ്പോലൊരു ചെറുപ്പക്കാരനെ ഞങ്ങൾക്കരികിലേക്ക് കൊണ്ടുവന്നത്. ഞാനും ഇയാള് മാർക്കോയെ സ്വന്തം കരുതിയാ ചേർത്ത് നിർത്തിയത്. സാറേ, സാഹചര്യം അനുകൂലമല്ലാത്തോണ്ടാ എനിക്കൊന്നും പറയാൻ പറ്റാതെ പോയത്. നിയമപ്രകാരം ഇപ്പോഴും മേഘന്റെ ഭാര്യ മഞ്ജു. പിന്നെ എങ്ങനെ മഞ്ജുന് മാർക്കോയ്ക്കൊപ്പം ജീവിക്കാൻ പറ്റും? ഇയാള് ചോദിച്ച സത്യമല്ലേ? പിന്നെന്തിനാ മാർക്കോ ഞെട്ടിയത്? അല്ല, അത് പിന്നെ എനിക്കൊപ്പം എന്തിനാ സാറിന്റെ പെങ്ങള് ജീവിക്കുന്നത്? പിന്നെ ആർക്കൊപ്പം ജീവിക്കേണ്ടത്? മേഘനെ വിട്ട് മാർക്കോയ്ക്കൊപ്പം വന്നവള് പിന്നെ മറ്റാർക്കൊപ്പം ജീവിക്കേണ്ടത്? സാർ എന്തൊക്കെയായി പറയുന്നത്? മാർക്കോയും മഞ്ജുവും തമ്മിൽ അടുപ്പത്തിലാണെന്ന് ഞങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും തോന്നിയിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പ്രത്യേകിച്ച് അന്യന്റെ ഭാര്യയെ തെറ്റായ കണ്ണോട് നോക്കുന്ന ഒരാളല്ല മാർക്കോ. മേഘൻ എത്ര കൊള്ളരുതാത്തവനാണെങ്കിലും ശരി, മഞ്ജു എന്ന അവന്റെ ഭാര്യയാണ്. മാത്രമല്ല, അവൾ എന്റെ പെങ്ങളുവാ. അങ്ങനെയുള്ളപ്പോ ഒരിക്കലും മാർക്കോയ്ക്ക് അത്തരം ചിന്തകൾ ഉണ്ടാവേണ്ടതല്ല. സാറേ, സാറ് മഹാലക്ഷ്മി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്കൊപ്പം അല്ല മഞ്ജു വന്നിരിക്കുന്നത്. പിന്നെ എന്റെ പേര് ആരാണ് ഇതിന്റെ ഇടയിൽ വലിച്ചഴിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അത് മേഘന് പറ്റിയൊരു തെറ്റാ. ഞാനും മഞ്ജുവും തമ്മിൽ അടുപ്പമെന്നാ അവൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മഞ്ജുവിനെ കാണാതായപ്പോ അവൻ പറഞ്ഞു കാണും ഞാനാണ് മഞ്ജുവിനെ കൂട്ടിക്കൊണ്ടുപോയെന്ന്. എന്ന സത്യം അതല്ല സാറേ. മഞ്ജു പുറപ്പെട്ടു വന്നിരിക്കുന്നത് മറ്റൊരാളുടെ ഒപ്പമാ. അയാളുടെ പേര് പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് രണ്ടാൾക്കും ദഹിച്ചില്ലെന്ന് വരും. എങ്കിലും അവൻ സാറിന്റെ പെങ്ങളെ നന്നായിട്ട് നോക്കുമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ആ ബന്ധത്തിന് പച്ചക്കൊടി കാണിച്ചത്. ആരാ മഞ്ജുവിനെ കൂട്ടിക്കൊണ്ടു പോയെന്ന് പറ മാർക്കോ. അത് പിന്നെ ഒരിക്കൽ മഹാലക്ഷ്മിയെ ശല്യം ചെയ്തവൻ തന്നെയാ. ഈ കമ്പനിയിൽ സ്റ്റാഫായിട്ട് വന്നിട്ട് മഹാലക്ഷ്മിയും സാറിനെയും വേദനിപ്പിച്ചവനാ. അതെ സാർ, സാഗറാണ് മഞ്ജുവിനെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. എന്താ പറഞ്ഞേ? സാഗറോ? മേഘനൊരു തല്ലിപ്പൊളിയാണെന്ന് ഞങ്ങൾക്കറിയാം. അവൻ ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ടെന്നും അറിയാം. അതുകൊണ്ടാ അവനെ വിവാഹം കഴിക്കരുതെന്ന് ഞാൻ ഇയാൾ മഞ്ജുവിനോട് പറഞ്ഞത്. അതുകൊണ്ടാ മഞ്ജുവിന്റെ കല്യാണത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവായി പോയത്. എന്നാ അവന് പകരം അവള് കണ്ടെത്തിയത് അവനേക്കാളും പെണ്ണിനെ മോശമായി കാണുന്ന, പെണ്ണിനെ ചൂഷണം ചെയ്യുന്ന ഒരുത്തനെയാ. അതൊക്കെ മനസ്സിലായിട്ടാണോ മാർക്കോ ഈ ബന്ധത്തിന് കൂട്ടുവന്നത്? എല്ലാം അവൻ എന്നോട് പറഞ്ഞതാ. സാഗറുമായിട്ട് മാർക്കോയ്ക്ക് എന്താ ബന്ധം? നിങ്ങൾ തമ്മിൽ മുൻപരിചയമുണ്ടോ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.